നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിലെ സൂപ്പർ 8 അവസാന മത്സരത്തിൽ ടീം ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇത് ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. വിജയിച്ചാൽ സെമി ഫൈനലിലേക്ക്. മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് വെതർ റിപ്പോർട്ട്. അതായത് റിസൾട്ട് ഉണ്ടാകും. ഈവൺ മാച്ച് ടൈ ആയാലും സൂപ്പർ ഓവർ ഉണ്ടാകുമല്ലോ. അപ്പോൾ റിസൾട്ട് എന്തായാലും ഉണ്ടാകും. പക്ഷെ അത്രയൊന്നും പ്രഷർ തരാതെ, ടെൻഷൻ ഉണ്ടാക്കാതെ ടീം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത് സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യട്ടെ. രണ്ട് ഒരുപോലെ മുന്നോട്ട് വന്ന ടീമുകൾ തമ്മിലാണ് പോരാട്ടം എന്നത് മറക്കുന്നില്ല. ഇന്നിപ്പോൾ 2 കളികളുണ്ട്. അത് ഒന്ന് സിംബാബ്വേയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. വൈകിട്ട് 3 മണിക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം രാത്രി 7 മണിക്ക് ഈഡൻ ഗാർഡൻസിലാണ് നടക്കുന്നത്. കൊൽക്കത്തയിലാണ് കളി നടക്കുന്നത്. അപ്പോൾ 2 ടീമും ഏതാണ്ട് ഒരുപോലെ മുന്നോട്ട് വന്ന ടീമുകളാണ്. സൂപ്പർ 8-ൽ 2 ടീമും സൗത്ത് ആഫ്രിക്കയോട് വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. പിന്നെ സിംബാബ്വെ 2 ടീമും തകർത്തെറിഞ്ഞു. ഓൾമോസ്റ്റ് സെയിം സ്കോറാണ് അടിച്ചത് പോലും. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം സിക്സറുകൾ അടിക്കുന്ന 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സിക്സർ മഴ പെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഇന്ത്യയേക്കാൾ കൂടുതൽ സിക്സറുകൾ അടിച്ചത് വെസ്റ്റ് ഇൻഡീസാണ് ഈ ടൂർണമെൻറ്റിൽ. ഇന്ത്യ തൊട്ടു പുറകിലുണ്ട്. 3 സിക്സറുകളുടെ വ്യത്യാസമാണ്. ഇന്ത്യ 63 സിക്സറുകൾ അടിച്ചിട്ടുണ്ട്. ബൗളിങ്ങിൽ പക്ഷേ ഇന്ത്യക്ക് തന്നെയാണ് ആധിപത്യം എന്ന് പറയേണ്ടി വരും. നമ്മുടെ വെറൈറ്റി ബൗളിങ്ങും അതുപോലെ തന്നെ മിസ്റ്ററി ബൗളേഴ്സും എല്ലാം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. മറുഭാഗത്ത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളേഴ്സ് സ്ട്രിക്ട്ലി ഡിഫെൻസീവ് ബൗളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി സംഭവിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ടീം ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ടീം ന്യൂസ് ഒന്ന് നോക്കുകയാണ്. ടീം ന്യൂസ് ഇന്ത്യ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജു സാംസൺ തുടരും. അപ്പോൾ ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് ഓപ്പൺ ചെയ്താൽ പിന്നാലെ ഇഷാൻ കിഷൻ, ദെൻ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി. ഈ സെയിം 11 കൊണ്ട് ഇന്ത്യ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്ത് ബ്രണ്ടൻ കിങ്ങിന് ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള കളിയിൽ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫിറ്റ് ആൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹവും സ്ക്വാഡിലുണ്ടാകും. വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്രോബിൾ 11 നോക്കിയാൽ ബ്രണ്ടൻ കിങ്, ഷായ് ഹോപ്പ്, ഷിംറോൺ ഹെറ്റ്മെയർ, റൗമൻ പവൽ, റോസ്റ്റിൻ ചേസ്, ഷെർഫേൻ റുദർഫോർഡ്, റൊബാരിയോ ഷെഫേർഡ്, ജെയ്സൺ ഓൾഡർ, മാത്യു ഫോർഡ്, ഗുഡാകേഷ് മോട്ടി, ഷമർ ജോസഫ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 11. അപ്പോൾ 2 ടീമിൻ്റെയും ടീം കോമ്പിനേഷനൊക്കെ സെറ്റാണ്. ഇനി ഒരു പോരാട്ടമാണ് നടക്കേണ്ടത്. പിച്ചിൻ്റെ ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ഇവിടെ മഴയ്ക്കും മറ്റും സാധ്യതയില്ല. അപ്പോൾ ഡാരൻ സമി പിച്ചിനെ കുറിച്ച് പറഞ്ഞത് പിച്ച് ഡ്രൈ പിച്ചാണെന്നാണ് തോന്നുന്നത് എന്നാണ്. ഏതായാലും റണ്ണൊഴുകുന്ന പിച്ച് തന്നെയായിരിക്കും. നല്ല രൂപത്തിലുള്ള സ്കോർ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഒടുവിൽ ടീം ഇന്ത്യ വിജയിച്ച് സെമിയിലെത്തുമെന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.